പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങൾ 50-14 തിരുവചനം വായിച്ച് ധ്യാനിക്കാം. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി, അത്യുന്നതനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ 50-23 വചനവും പറയുന്നുണ്ട്, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു എന്ന്. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബലി അർപ്പണമാണ് കൃതജ്ഞത എന്ന്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെയും ദൈവം ചൊരിഞ്ഞു തന്നിട്ടുള്ളതായ കൊടാനുകൂടി അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് യാതൊരു യോഗ്യതയുമില്ലാതിരിക്കെ അവൻ നമ്മോട് കാണിച്ച കരുണ, ഇല്ലായ്മയിലും അല്ലായ്മയിലും നമ്മുടെ കൂടെ നിന്നത്, നമുക്ക് വേണ്ടുന്നതായ പാർപ്പിടം, വസ്ത്രം, ആഹാരം, ശ്വസിക്കുവാനുള്ള വായു, ഈ പ്രകൃതി മണ്ഡലത്തിൽ സർവ ഐശ്വര്യങ്ങളോടും കൂടെ നമ്മെ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, കാലാകാലങ്ങളിൽ മഴയും മഞ്ഞും വെയിലും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നത്, നമ്മൾ കർത്താവിന് ഓരോ നിമിഷവും ശ്വാസോച്ഛ്വാസമായ പോലെ ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ്. ഞാൻ ഒരു അനുഭവം പറയാം. എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, അദ്ദേഹം നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ, അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ വയസ്സിൻ്റെ ഈ നിമിഷം വരെയും ഉണ്ടായിട്ടുള്ളതായ ഓരോരോ കാര്യങ്ങൾ, അതിൽ നമുക്ക് അനുഗ്രഹം മാത്രമല്ല, ദുഃഖമുണ്ട്, സഹനമുണ്ട്, രോഗമുണ്ട്, കഷ്ടതയുണ്ട്, കെടുതികളുണ്ട്, എല്ലാമുണ്ട്. എല്ലാറ്റിനും ആ ഓരോ നിമിഷവും ആ സാഹചര്യങ്ങളെ ഓർത്ത് മനസ്സിലൂടെ ചിന്തിച്ച് ധ്യാനിച്ച് സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രശ്നം വന്നാലും ദൈവം അറിയാതെ ഒരു സംഭവവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. വചനം പറയുന്നുണ്ട്, നമ്മുടെ തലമുടിയിൽ ഒരു ഇഴ നിലത്ത് വീഴുന്നു എങ്കിൽ അത് കർത്താവ് അറിയുന്നുണ്ട് എന്ന്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കഴിക്കുന്ന ശ്വസിക്കുന്ന വായു അത് നിലച്ചു പോയാൽ ഈ ശരീരം നിർജീവമാകുന്നു. ഈ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവുണ്ട്. സഹോദരങ്ങളെ, മനസ്സ്, ശരീരം, ആത്മാവ്. സഹോദരങ്ങളെ, ഈ 3 തലങ്ങളിലും ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്നതായ ആ അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്ത് സംസാരിക്കണം, ഞാൻ എവിടെ പോകണം, ഞാൻ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ നിറവേറുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിലൊക്കെ പറഞ്ഞു വെക്കുന്നത്, ഈ ലോക ആരംഭത്തിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ദത്തെടുത്തു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, എൻ്റെ പദ്ധതികൾ നിന്നിലൂടെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഈ ഏത് സ്ഥാനത്തായിരിക്കുന്നോ അവിടെ ആയിരിക്കുന്നു, ഏത് കുടുംബത്തിൽ, ഏത് ജോലി മണ്ഡലങ്ങളിൽ, ഏത് സാഹചര്യങ്ങളായിരിക്കുന്നോ അത് കർത്താവാണ് നിയമിച്ചിരിക്കുന്നത്. കൊടാനുകൂടി നന്ദി സ്തോത്ര ആരാധനയോട് കുറിച്ച് പറയാം. ഈ പ്രപഞ്ച സൃഷ്ടികൾ മുഴുവൻ പ്രഭാതത്തിൽ എഴുന്നേറ്റും പക്ഷിമൃഗാദികളും സസ്യലതാദികളും കട്ടാറുകളും ഇഴജന്തുക്കളും പക്ഷികളും പറവുകളും എല്ലാം കർത്താവിനെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, എല്ലാറ്റിനും വേണ്ടി നന്ദി പറയുവാൻ മാത്രമാണ്. അതാണ് കൃതജ്ഞത. ബലി പറയുന്നത്, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. കർത്താവിനെ ബഹുമാനിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്നത്. ഐ ലവ് യു ജീസസ്, താങ്ക് യു ജീസസ്, ഓൾമൈറ്റി ഗോഡ്, ഐ ബിലീവ് ഇൻ യു, ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ഡോണ്ട് ഇൻ യു.
കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുന്ന ദൈവാനുഭവം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം മുഴുവനും നമ്മൾക്കൊരു അഭിഷേകമായി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുമാറാകട്ടെ എന്ന് സമർപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിഗത ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സിസ്റ്റർ മറിയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.